ബാംഗ്ലൂരിലെ രാജരാജേശ്വരി മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജരാജേശ്വരി കോളേജ് ഓഫ് നഴ്സിംഗിലെ വിവരങ്ങൾ ഞാൻ നേരത്തെ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഇട്ടിരുന്നു. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഈ കോളേജിൽ നിയമവിരുദ്ധമായിട്ടുള്ള നഴ്സിംഗ് പഠനം തുടരുന്നു എന്നതിന്റെ ബാക്കി കാര്യങ്ങൾ, ആരോപണത്തിന്റെ ബാക്കി വിവരങ്ങളോടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഞാൻ പറഞ്ഞതുപോലെ അതിനു മുമ്പ് ഈ കോളേജിലെ ഒരു പ്രിൻസിപ്പൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കും ഞാനുമായിട്ട് സംസാരിച്ചത്, ഈ പ്രിൻസിപ്പൽ ഇപ്പൊ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും ആ ഓഡിയോ ഒന്നുകൂടെ നിങ്ങൾ കേട്ടോ. This is Dr. Uma Devi, right? Yeah. Principal Rajarajeshwari College of Nursing. Yes, sir. Okay, you Ma'am, can one tell more my thing. number that I have. My wife is working in Delhi. She can undergo post PBBs, you know. Yeah. Only for exams she can come and go. Only for Oh. exams she can come and go. Okay, ma'am. Okay, doc. Thank you. Thank you. കേട്ടല്ലോ. അപ്പോൾ അവിടെ നിയമവിരുദ്ധമായ നഴ്സിംഗ് പഠനം ഉണ്ട് എന്ന് പ്രിൻസിപ്പൽ സമ്മതിക്കുന്നു. അത് വേറെ കുറെ ഏജന്റുമാരാണ് ഈ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിൽ അഡ്മിഷൻ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നു. ഈ രാജരാജേശ്വരി നഴ്സിംഗ് കോളേജില് 2024-2025 അധ്യയന വർഷം പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും MSc നഴ്സിംഗിനും അഡ്മിഷൻ എടുത്ത് വ്യാജമായിട്ട് ക്ലാസ്സിൽ കയറാതെ പഠനം തുടരുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ ലിസ്റ്റാണ് ഇത്. ഇതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് ഈ കോളേജ് ക്ലാസ്സിൽ കയറാതെ പഠിക്കുന്നു എന്ന ആരോപണം നൽകുന്ന വിദ്യാർത്ഥികൾ. ഇപ്പോൾ അവിടെ പഠനം തുടരുന്ന BScക്കും ജനറൽ നഴ്സിംഗ് പഠനം തുടരുന്ന വിദ്യാർത്ഥികൾ ഇവർ നിങ്ങളുടെ ക്യാമ്പസിലുണ്ടോ, നിങ്ങളുടെ ഹോസ്റ്റലുകളിൽ ഇവരെ കാണാറുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡൊക്കെ കോളേജിൽ കൊടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെയും ആധാർ കാർഡിന്റെ വിവരങ്ങൾ കോളേജിലുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ അവസാന ദിവസത്തെ ഒരു ഓൺലൈൻ സ്റ്റേറ്റ്മെന്റ് കയറിയിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതെല്ലാം നിങ്ങളൊന്ന് ചോദിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ പഠനം ഒരു വിഷയങ്ങളും ഇല്ലാതെ അഫിലിയേഷൻ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിദ്യാർത്ഥികളെല്ലാവരും ക്യാമ്പസിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഈ കുട്ടികൾ വ്യാജമായി നഴ്സിംഗ് പഠിക്കുന്നതാണ് തെളിഞ്ഞാൽ കോളേജിന്റെ അഫിലിയേഷൻ പോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഒന്നും കൂടെ ഞാൻ പറയുന്നു. അങ്ങനെയല്ല, ഇത് ക്ലാസ്സിൽ കയറാതെ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നാണെങ്കിൽ ആ വസ്തുത നിങ്ങൾ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറുടെ കയ്യിൽ നിന്നും ഒരു കത്ത് വാങ്ങിച്ച് എനിക്ക് തരിക. എന്നിട്ട് വ്യാജമായ വാർത്ത പ്രചരിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും എൻ്റെ പേരിൽ എന്ത് നിയമ നടപടികളും സ്വീകരിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ ഞാൻ ഈ നിങ്ങൾ എല്ലാവരും കൂടി ഈ കുട്ടികളെ കൂട്ടുന്ന ഒരു ഫോട്ടോയും കൂടി എനിക്ക് അയച്ചു തരണം. താല്പര്യമുണ്ടല്ലോ? ഉണ്ടോ? നിങ്ങളുടെ ഭാവി, മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുക. അല്ലാത്തവർ എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. വ്യാജ നഴ്സിംഗ് പഠനം രാജ്യത്തിന് അപകടം. ഇവരെ രാജ്യദ്രോഹികളെന്ന് നാളെ മുദ്ര കുത്തപ്പെടും. നിങ്ങളുടെ കോളേജിന്റെ അഫിലിയേഷൻ പോകും. ഇത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി കാലാകാലങ്ങളായി ഇറക്കിയിരിക്കുന്ന സർക്കുലർ എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഒരു PDF ഫയല് ഞാൻ ഈ ഡ്രോപ്പ് ബോക്സിലും ആദ്യത്തെ കമന്റിലും പിൻ ചെയ്തെടുത്തുകൊണ്ട് പരിശോധിക്കാം. കൂടുതൽ വാർത്തകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ പറയുക. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.